ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനായി 400 ഗ്രാം അളവിലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ബീഫ് നന്നായി കഴുകി കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ബീഫിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ച് കുക്കറിലിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. സവാളയെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നാൽ പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഇപ്പോൾ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കുക്കറിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കണേ. താങ്ക്